ഭയങ്കര എക്സലന്റ് ആയിട്ട് ചെയ്തു. പോയ ആള് തന്നെയാണ് പറയുന്നത്. ഇവർ രണ്ടുപേരാണ് അണ്ടർ വാട്ടർ പോയതും വീഡിയോ പകർത്തിയതും. ക്ലീനിങ്ങിൻ്റെ ഒരു ചെറിയ പ്രോസസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിത് തോടോടുകൂടി തന്നെയാണ് ഒരു കലത്തിലിട്ട് വേവിക്കുന്നത്. ഇവിടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. നാടൻ മുട്ട, പിന്നെ നമ്മുടെ പുളിഞ്ചിക്ക എന്ന് പറയുന്നത്, ഇലമ്പാമ്പുളി. 35 ഫീറ്റ് താഴോട്ട്. അത് അത്യാവശ്യം നല്ല ഡെപ്താണിത്. ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. രാവിലെ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. അതായത് കോവളം വിഴിഞ്ഞ സൈഡിലേക്കാണ് പോകുന്നത്. കുറച്ച് കല്ലുമേക്കായുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആ സൈഡിലേക്ക് ഒന്ന് പോകാമല്ലേ. നമ്മുടെ കടൽ കാഴ്ചകൾ എന്ന് വേണമെങ്കിൽ പറയാം. പോവാം. ഓക്കെ, ഇപ്പോൾ ഒരു സമയം 7:15 സമയം രാവിലെ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ കോവളം സൈഡിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല വെയിലായി കഴിഞ്ഞാൽ കേട്ടോ. എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിലായി. ആദ്യം വന്ന് നിൽക്കുന്ന സ്റ്റോപ്പ് നോക്കിക്കോളൂ. ഇത് ഓഷ്യനോട്ട് അഡ്വെഞ്ചേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓഷ്യനോട്ട് അഡ്വെഞ്ചേഴ്സ്. ഇവിടെയാണ് സ്കൂബ ഡൈവിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ സ്കൂബ ഡൈവിങ്ങിന് വന്നതാണ്? അങ്ങനെയല്ല. നമ്മൾ കുറച്ച് കല്ലുമേക്ക കടലിൽ നിന്നും എടുക്കുന്ന കാഴ്ച കാണാൻ വന്നതാണ്. അപ്പോൾ കടലിലേക്ക് പോകുന്നതും എടുക്കുന്ന കാണാം. പക്ഷേ കടലിൻ്റെ അടിയിൽ ഇത് എങ്ങനെയാണ് സംഭവങ്ങൾ നടക്കുന്നതെന്നല്ല. അപ്പോൾ ഒരു സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരാളിനെ ഒരു ക്യാമറയായിട്ട് കടലിൻ്റെ അടിയിലേക്ക് വിട്ടാലോ എന്നാലോചിക്കും. അപ്പോൾ അത് ഇവരുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഇവരുടെ ഒരാളിനെ കൂടി നമ്മളുടെ ഒപ്പം കൊണ്ടുപോകാം. അപ്പോൾ നോക്കട്ടെ, സംസാരിക്കാം. ഹായ്, ഇതാണ് മിസ്റ്റർ വൈശാഖ്. വൈശാഖ്, ഇവിടെ നിങ്ങളുടെ ഇവിടെ ആക്ച്വലി എന്തൊക്കെയാണ് പിന്നെ സ്കൂബ ഡൈവിങ്? നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്യുന്നത് സ്കൂബ ഡൈവിങ്, പാരാസൈലിംഗ് ഉണ്ട്, ഓക്കെ, പിന്നെ സ്നോർക്കലിംഗ് ഉണ്ട്, പിന്നെ നമ്മൾ സ്പീഡ് ബോട്ട് റൈഡ്, ഓക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എക്സാക്ട് പേരെന്ന് പറയുമ്പോൾ നമ്മൾ ഓഷ്യനോട്ട് അഡ്വെഞ്ചേഴ്സ്. ഓക്കെ, ഇത് നമ്മുടെ ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത്? എക്സാക്ട്ലി ലൊക്കേഷൻ പറയാനാണ്? നമ്മൾ കോവളം ജംഗ്ഷൻ, കോവളം ബീച്ചിലേക്ക് പോകുന്ന റൂട്ടിലാണ്. ഒരു 100 മീറ്റേഴ്സ് ജംഗ്ഷനിൽ നിന്ന് മാറിയിട്ട് അതാണ് സംഭവം. എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഈ എന്താണ് കടൽ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ വന്നാൽ മതിയല്ലോ. അപ്പം നിങ്ങളുടെ ഒരാളിനെ കൂടി ആരാ വരാൻ പോണേ? വൈശാഖാണ്. നമ്മളുടെ ടീം ഓൾറെഡി ബീച്ചിലുണ്ട്, പിന്നെ ഞാനും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാര്യം നടക്കുമല്ലേ, കല്ലുമേക്കാട് അണ്ടർ വാട്ടർ സീൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വൈശാഖ് വരുമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ആൾ തന്നെയാണ് സ്കൂബ ഡൈവിങ് ഓഷ്യനോട്ട് അഡ്വെഞ്ചേഴ്സിൽ നിന്നുള്ള ആൾ വരുന്നത്. അപ്പോൾ നമുക്ക് ബീച്ച് സൈഡിൽ വെച്ച് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പ്രോപ്പർ കോവളം ബീച്ചിൻ്റെ ഭാഗത്ത് തന്നെ വന്നിരിക്കുന്നു. കാഴ്ചകൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം രാവിലെ വന്നാൽ കാണുന്നത് കരമടി ഫിഷിങ്. അതായത് കരയിൽ നിന്നിട്ട് വല വലിച്ച് മീൻ പിടിക്കുന്ന രീതി ഉണ്ടല്ലോ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ. കരമടി ഫിഷിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ വല വലിച്ച് കയറ്റുമ്പോൾ അറിയാം അതിനകത്ത് എത്ര മീനുണ്ടെന്ന്. ചിലപ്പോൾ കുറച്ചായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പ്രോപ്പർ കോവളം ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ്. അപ്പോൾ ഇതുവഴി നടന്നിട്ട് ആ പാറക്കൂട്ടങ്ങളുടെ ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ ബീച്ചിൽ വന്നിട്ട് അവിടെ പാറക്കൂട്ടങ്ങളുടെ ഇടയിലേക്കല്ലേ പോണേ. ഇത് ശ്രീ ബാബു, അദ്ദേഹമാണ് ഇവിടെ സ്ഥിരമായിട്ട് കല്ലുമേക്കായെല്ലാം വെള്ളത്തിലിറങ്ങി എടുക്കുന്ന ആളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഓൾറെഡി എനിക്കും കൂടെ കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് അതിനുള്ളൊരു പ്ലാനിങ് ആണ്. പുള്ളി പോകും, വെള്ളത്തിലേക്ക് ഇറങ്ങും, കല്ലുമേക്കായ എടുക്കും. അതെല്ലാം തന്നെ ഓഷ്യനോട്ട് അഡ്വെഞ്ചേഴ്സിൽ നിന്ന് സ്കൂബ ഡൈവിങ്ങിൻ്റെ ആൾക്കാരും വരും. അപ്പോൾ അണ്ടർ വാട്ടർ കാണാമല്ലോ. എനിക്കെന്തായാലും വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങിപ്പോയി കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിലേക്ക് കാണിച്ചു തരാൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പോകുമ്പോൾ വേറെ മത്സ്യങ്ങളും ഒക്കെ ചിലപ്പോൾ കണ്ടേക്കും അല്ലേ? ഞാൻ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർണമെന്റൽ ഫിഷാണ്. ഓർണമെന്റൽ ഫിഷ് ഇപ്പോൾ ഇല്ല, ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. കാരണം പറഞ്ഞാൽ
ഇതിൻ്റെ ഇത് ഓർണമെന്റൽ ഫിഷിനെ പിടിച്ചു കൊടുക്കുമായിരുന്നോ? അക്വേറിയത്തിന് വേണ്ടിയിട്ട്. അക്വേറിയംസിൽ ഓർണമെന്റൽ ഫിഷ് പിടിച്ചു നമുക്ക് കാണിക്കാം. അത് കുറേ നമുക്ക് ഉണ്ടാവുമല്ലേ? വാല്യുബിൾ മീനുണ്ട്. അതിൻ്റെ കുറേ കാണാം. പിന്നെ നമുക്ക് കുറച്ച് കല്ലുമേക്കായുടെ വിഷ്വൽസ് എടുക്കാം. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഈ കല്ലുമേക്കായ അല്ല, സത്യത്തിൽ ഈ സീ അർച്ചിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഈ എഡിബിൾ. നമുക്ക് ഇവിടെ അത് ആർക്കും അറിയത്തില്ല. മുള്ളമ്പന്നിയുടെ പോലെ. അപ്പൊ അതിന്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാം. പിന്നെ നമുക്ക് ആൽഗകളുണ്ട്. ആർക്കും അറിയത്തില്ല. കടലിന്റെ അടുത്തുള്ള കുറച്ച് ആവാസ വ്യവസ്ഥ കാണാൻ പറ്റും. അപ്പൊ കടലിന്റെ അടിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോണത്. അണ്ടർ വാട്ടർ വിഷ്വൽസ്. കടലിൻ്റെ അടിയിലെ ആവാസ വ്യവസ്ഥകൾ കാണാം. അത് അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലേ. വെള്ളത്തിനടിയിൽ ഇറങ്ങുമ്പോൾ. പക്ഷെ ഇദ്ദേഹം ഒരുപാട് പ്രാവശ്യം വെള്ളത്തിനടിയിൽ പോകുന്ന ആളായതുകൊണ്ട് എപ്പോഴും ഇത് കാണാനുള്ള ഭാഗ്യമുണ്ട്. ഒരുപാട് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ. വലിയ വളരെ ഫേമസ് ആണ് കേട്ടോ ശ്രീ ബാബു. അപ്പോൾ എന്തായാലും അത് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ട്രെയിൻഡ് ലൈഫ് ഗാർഡാണ് ഞാൻ. ട്രെയിൻഡ് ലൈഫ് ഗാർഡ്? ഓ അത് ശരി. നമുക്ക് 11 പേർക്ക് മാത്രമേ ഓസ്ട്രേലിയൻ എംബസിയുടെ കീഴിൽ ഇവിടെ ഇന്ത്യയിൽ ട്രെയിനിങ് കിട്ടി. അതിലെ ആദ്യത്തെ വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ലൈഫ് ഗാർഡിൻ്റെ ഇതൊക്കെ വിട്ടു ഞാൻ യൂട്യൂബിൽ. ഓക്കെ, അത് ശരി. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടത് നന്നായില്ലേ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയാലോ. ഓക്കെ. അപ്പോൾ ഓഷ്യനാട്ട് അഡ്വഞ്ചേഴ്സ് നമ്മൾ ഓഫീസിൽ പോയി കണ്ടല്ലോ. അവിടുത്തെ മറ്റൊരു പാർട്ട്ണറാണ് ശ്രീ സാജു. അപ്പോൾ ഇദ്ദേഹം എല്ലാം ഇതിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങുന്ന ആരായിരിക്കും? വേറെ ആൾ വരും അല്ലേ? ഓക്കെ ഓക്കെ. പക്ഷേ ബാബു അദ്ദേഹം നെറ്റൊക്കെ ആയിട്ട് പോവാണ്. ചെറിയൊരു ബാസ്ക്കറ്റ് പോലെ ഒരു നെറ്റിൻ്റെ ഒരു കാര്യം. അത് ഇങ്ങനെ വേസ്റ്റിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടാണ് മുങ്ങുന്നത് വെള്ളത്തിൽ. എന്നിട്ട് ഈ കല്ലുമേക്ക പിടിച്ചിട്ട് അതിനകത്തായിരിക്കും ഇട്ടിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇവിടെ കല്ലുമേക്ക പിടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന എല്ലാവരും പോകുന്നത്. ഇങ്ങനെ ഒരു നെറ്റുമായിട്ട് പോകും, നെറ്റ് ബാഗ്. ഇപ്പോൾ അണ്ടർ വാട്ടർ സ്കൂബ ഡൈവിങ്ങിന് പോകുന്ന പോലെ അവർ ഫുൾ എക്യുപ്മെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് അത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു എല്ലാ എന്താ പറയുക പ്രിക്കോഷൻസോടു കൂടിയാണ് ഇറങ്ങുന്നത്. ഇതൊരു പാറ്റേൺ ആണ്. ഇത് ഇവരുടെ ഏറ്റവും നല്ല ഡൈവേഴ്സാണ് ഇതിനകത്തേക്ക് ഇറങ്ങുന്നത്. ഒരാൾ ക്യാമറയായിട്ട് പോകും. അപ്പോൾ ഇതിപ്പോൾ നമുക്കിങ്ങനെ ഒരു കല്ലുമേക്ക കടലിൻ്റെ അടിയിൽ പോയി എടുക്കുന്നത് നമുക്ക് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ടർ വാട്ടറിൻ്റെ അടിയിലെ കാഴ്ചകളോടുകൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ആൾക്കാരും കൂടി നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. രണ്ടുപേര് ക്യാമറ ഉണ്ട്. ഓ, രണ്ട് സൈഡിൽ നിന്ന് വിഷ്വൽ എടുക്കാനായിട്ട് 2 ക്യാമറയായിട്ട് 2 സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങുന്നു. കൂടെ ഇപ്പോൾ നമ്മളുടെ ശ്രീ ബാബു ഉണ്ട്. അദ്ദേഹത്തിന് വേറെ സംവിധാനങ്ങളൊന്നുമില്ല. അദ്ദേഹം അല്ലാണ്ട് തന്നെ ഇറങ്ങുകയാണ്. ഈസ് ആൻ എക്സ്പേർട്ട്. ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഇവരിങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകും കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കടൽ. എനിക്ക് കൂടെ പോകണമെന്നൊക്കെയാണ്, പക്ഷേ എനിക്ക് പറ്റില്ലല്ലോ. എനിക്ക് കുറച്ച് പേടിയാണിത്, അതുകൊണ്ട് പോകുന്നില്ല. പക്ഷേ എല്ലാവർക്കും പോകാൻ പറ്റുന്ന സംവിധാനമാണ്. ഞാൻ അതിനെ പറ്റിയ ഡ്രസ്സിലുമല്ല വന്നത്. അങ്ങനെ ശ്രീ ബാബുവും അതോടൊപ്പം നമ്മുടെ ഓഷ്യനോട്ടിലെ 2 ആൾക്കാരും കൂടി ചേർന്ന് 2 സ്കൂബ ഡൈവേഴ്സ് കടലിലേക്ക് ഇറങ്ങി പോകുന്നു. അവരിങ്ങനെ കടലിൻ്റെ അടിത്തട്ടിലേക്കാണ് യാത്ര. ഡൈവ് ചെയ്ത് താഴേക്ക് പോകും. അവിടെ നിന്ന് കക്ക വാരുക എന്നുള്ളതാണ് ഉദ്ദേശം. നോക്കിയേ, കടലിൻ്റെ അടിയിലേക്ക് ബാബു ഇങ്ങനെ താഴേക്ക് വരുന്നു. നോക്കി. അപ്പോൾ കയ്യിൽ ആ സഞ്ചിയുണ്ട്, ആ നെറ്റിൻ്റെ സഞ്ചി. അതിനകത്താണ് കക്ക എടുത്തിട്ട് മുകളിലേക്ക് വരുന്നത്. കയ്യിലല്ലാതെ ഒരു ആയുധവും കരുതിയിട്ടുണ്ട്. ഇതിങ്ങനെ എന്താ പറയുക, പാറയിലിങ്ങനെ പറ്റി പിടിച്ചല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ കുത്തി ഇളക്കിയാണത് എടുക്കുന്നത്. വാരി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ തറയിൽ കിടക്കുകയാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. ഈ പാറപ്പുറത്താണ് അതിൻ്റെ ഒരു ആവാസം. അതിൽ അവർ താമസിക്കുന്നത്, ഈ നമ്മുടെ കല്ലുമേക്ക അഥവാ മസൽസ്. ഇത് നോക്കിയേ, എന്ത് ഭംഗിയായിട്ടാണ് ഗ്ലൈഡ് ചെയ്ത് വരുന്ന പോലെ. അതായത് ഈ ബാബുവിൻ്റെ കാലിലെ ഒരു കയറോ മറ്റോ ഇട്ട് കെട്ടിയിട്ട് താഴേക്ക് ഇങ്ങനെ ഇറക്കുകയും തിരിച്ച് വലിക്കുകയും ചെയ്യുന്ന പോലെയാണ്. പുള്ളി വേറെ ഗിയറൊന്നും വെച്ചിട്ടില്ല കേട്ടോ, യാതൊന്നുമില്ല. കയ്യിൽ എന്താ പറയുക, നെറ്റിയുടെ ആ ഭാഗത്തേക്ക് ഒരു ലൈറ്റ് മാത്രമേ ഘടിപ്പിച്ചിട്ടുള്ളൂ, താഴത്തെ കാഴ്ചകൾ കുറച്ചുകൂടി വിസിബിൾ ആകാനായിട്ട്.
താഴെ നോക്കിയാൽ നല്ല സൂര്യപ്രകാശം കടലിൻ്റെ അടിത്തട്ടിലേക്ക് തന്നെ നന്നായിട്ട് വരുന്നുണ്ട്. അത് കാരണം കുറച്ച് ക്ലാരിറ്റി ഉണ്ട്, നല്ലതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ സ്കൂബ ഡൈവേഴ്സ് കൂടെ ഉണ്ട്. അവരിങ്ങനെ ഇത് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറയിൽ. നോക്കിയേ, പുള്ളി ഇങ്ങനെ കുത്തി ഇളക്കി എടുക്കുന്നു. ഒരു ബഞ്ച് ഓഫ് മസിൽസ് കിട്ടിക്കഴിഞ്ഞു. അത് സഞ്ചിയിലേക്ക് ഇടുന്നു. വീണ്ടും മുകളിലേക്ക് കയറി പോകണം. മുകളിലേക്ക് എന്താ അറിയാം, മുകളിലേക്ക് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് മുകളിലേക്ക് പോകും. കുറച്ച് ശ്വാസം എടുക്കാനാണ് മുകളിലേക്ക് പോകുന്നത്. എന്നിട്ട് വീണ്ടും താഴേക്ക് വരുന്നു. എന്തല്ലേ ചുറ്റും നോക്കിയ കാഴ്ച! അയ്യോ, എന്ത് മനോഹരമായിരിക്കുന്നു കടലിൻ്റെ അടിയിലെ കാഴ്ച. അയ്യോ ദൈവമേ, കംപ്ലീറ്റ് ഇത് മണൽപ്പരപ്പ് പോലെയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ. നോക്കിയേ, കോവളം കടലിൻ്റെ താഴ്ഭാഗം നല്ല വെള്ള മണ്ണും അതുപോലെ തന്നെ പാറക്കൂട്ടങ്ങൾ. ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ മീനുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ചുറ്റോട് ചുറ്റും. ധാരാളം ഓർണമെൻ്റൽ ഫിഷ് കാണാം ഇവിടെ. ഇവിടുന്നാണ് ഓർണമെൻ്റൽ ഫിഷിനെ എല്ലാം പിടിച്ചിട്ട് അക്വേറിയങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ബാബു തന്നെ സഹായിക്കാറുണ്ടായിരുന്നു. നോക്കിയേ, ഒരു ബ്ലൂ കളറിലൊരു ഫിഷ് ഇങ്ങനെ എൻ്റെ ഇടയിൽ കൂടി പോകുന്നു. നോക്കിയേ, ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് മസിൽസ് തന്നെയാണ്. മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലുമേക്ക ഒരു രക്ഷയുമില്ല. അയ്യോ ദൈവമേ, ഇങ്ങനെ കോളനീസ് ആൻഡ് കോളനീസ് ഓഫ് കല്ലുമേക്ക ഇങ്ങനെ പാറയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് ഏതാണ്ട് പുറ്റു പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ട് അല്ലേ. അയ്യോ ദൈവമേ, ഇത് രണ്ട് വലിയ പാറയുടെ ഇടയിലേക്ക് ശ്രീ ബാബു നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകണു. അതേ നോക്കിയേ, ആ രണ്ട് പാറയുടെയും താഴേക്ക് ഭയങ്കര താഴ്ച കേട്ടോ. ഇപ്പം നിൽക്കുന്ന ലെവലിനെക്കാട്ടി ഒരുപാട് ഒരു ഗർത്തം പോലെയാണ്. അതിലും ഇഷ്ടം പോലെ കല്ലുമേക്ക ഇങ്ങനെ പറ്റി ഇരിക്കുന്നുണ്ട്. അവിടെ കുറേ മീനുകളും കാണാം അതിൻ്റെ ഇടയ്ക്ക്. അതിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നേ ഉള്ളൂ. ശരിക്കും ഇതിപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സ്കൂബ ഡൈവിങ്ങിന് അവരോടൊപ്പം പോയിരുന്നെങ്കിൽ ഡയറക്റ്റ് എനിക്ക് കാണാം. പക്ഷേ എനിക്ക് പേടിയാണല്ലോ. അയ്യോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കാണണമെങ്കിൽ പോവാം കേട്ടോ. രക്ഷയില്ലാത്ത കാഴ്ചയാണ്. അയ്യോ, കാണേണ്ട കാഴ്ചയാണ്. കടലിൻ്റെ അടിയിലെ ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇഷ്ടം പോലെ മീനുകളൊക്കെ നടക്കുന്ന നോക്കി, ധാരാളം ഫിഷിങ് ഇങ്ങനെ നടക്കുന്നു. ആഹാ, ഇപ്പോൾ ബാബു ഈ ഭാഗത്തേക്ക് വീണ്ടും ഡൈവ് ചെയ്ത് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അവിടെ നോക്കി ഈ ഒരു പാമ്പിനെ പോലെ ഒരു മീനിനെ കാണുന്നു. പുള്ളിക്കാരൻ ഒന്ന് പേടിച്ചു എന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, അത് ആ പാറയുടെ ഇടയിലേക്ക് താഴേക്ക് പോയി. അയ്യോ, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മത്സ്യമാണത്. പിന്നെ ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഈ ഭാഗത്തേക്ക് നോക്കൂ. ഈ ഭാഗവും കുറേ മസിൽസ് ഉണ്ട്, ഒരുപാട് കല്ലുമേക്ക. എല്ലാ സ്ഥലത്തുനിന്നും പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാറയിൽ നിന്ന് കുത്തി ഇളക്കുന്നുണ്ട്, സഞ്ചിയിലേക്ക് ഇടുന്നു. വെള്ളയിലേക്ക് പിന്നെയും കയറി പോകുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് എന്താ പറയുക, കുറച്ച് ശ്വാസം എടുത്തിട്ട് താഴേക്ക് വീണ്ടും വരുന്നു. അപ്പം ഇങ്ങനെ ശ്വാസം പിടിച്ചിട്ടാണ് തോന്നുന്നു ഏറ്റവും താഴെ വരെ ഇങ്ങനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എന്ത് എക്സ്പേർട്ടല്ലേ, ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എനിക്ക് ഭയങ്കര പേടിയാണ് ഇതൊക്കെ. രസമുണ്ടല്ലേ, ഭയങ്കര രസമുണ്ട്. ഇവിടെ കാണുന്നു ഇഷ്ടം പോലെ എഡിബിൾ ഫിഷാണ്, നമ്മൾ കഴിക്കുന്ന മത്സ്യങ്ങൾ. വേളാപ്പാര പോലത്തെ പാര, ചെറിയ മഞ്ഞ നിറത്തിലെ വാലും എന്താ പറയുക സൈഡിലെ ഫിൻസൊക്കെ ഉള്ളൊരു മീനില്ലേ, പാരമീൻ, വേളാപ്പാര എന്നൊക്കെ പറയാം. അതിൻ്റെ പല ടൈപ്പിലെ സൈസിലെ കൂട്ടത്തോടെ കിടന്ന് കറങ്ങുന്നത്. ഇവരെയൊക്കെയാണ് വലയിട്ട് പിടിച്ച് നമ്മൾ കഴിക്കുന്നത്. അയ്യോ, ദേ നോക്കി എന്ത് രസമായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ചെമ്പല്ലി, പിന്നെ അതുപോലെ ഇത് വേളാപ്പാര, ഇതൊക്കെ ദേ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അവരോടൊപ്പം ഓർണമെൻ്റൽ ഫിഷുകളും മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരൊക്കെ ഫ്രണ്ട്സാന്ന് തോന്നുന്നു, കറങ്ങി നടക്കുന്നു. അയ്യോ, എനിക്ക് വയ്യ ദൈവം. 2 സ്കൂബ ഡൈവേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരാളെ ഇപ്പോൾ കാണാം. ആൾ ചിത്രീകരിച്ചുകൊണ്ട് നടക്കുന്നു. അതേസമയം മറ്റേ ആൾ ഇദ്ദേഹത്തിനെ എടുക്കുന്നതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും കാണാം കേട്ടോ. നല്ല രസമുണ്ട്. ബാബു ഇങ്ങനെ ഭയങ്കര ആക്റ്റീവാണ്. അതെ, താഴെ വരണു, ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് കയറുന്നു. എന്തോ അല്ലേ, ഭയങ്കര തന്നെ. അയ്യോ, എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവുന്നത്. എന്ത് രസമായിട്ടാണ്. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കക്ക വാരുന്നതിൽ. നമ്മൾക്ക് തോന്നും വളരെ സിമ്പിളാണെന്ന്. കടലിൻ്റെ സൈഡിലുള്ള പാറക്കൂട്ടങ്ങളുടെ ഇടയിലും വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ട്, അടിഭാഗത്തേക്ക്. പക്ഷേ ഇങ്ങനെ ഇത്രയൊക്കെ ഡീപ്പായിട്ട് പോയിട്ടും മുങ്ങി തന്നെയാണ് അവർ എടുത്തിട്ട് വരുന്നത്. നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്തൊക്കെ അല്ലേ വാങ്ങുന്നത്. പക്ഷേ അതിന് ഒരുപാട് അധ്വാനമുണ്ട് കേട്ടോ. ഇതൊക്കെ ലൈവായിട്ടുള്ള മസിൽസാണ്. ഈ കല്ലുമേക്കെല്ലാം ജീവനുള്ളതാണല്ലോ. ഇതിനെ കൊണ്ടുപോയിട്ടാണ്. ഇത് പല സൈസിലുള്ളതുണ്ട്. കുഞ്ഞുങ്ങളുണ്ട്, കുറച്ചുകൂടി വലുതുണ്ട്, മെച്ചുവർ ആയതുണ്ട്. ഇതെല്ലാം പല സൈസാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഇളക്കി കിട്ടുന്ന പോലെ എടുക്കുന്നുണ്ട്. ഒരു ഐഡിയ വെച്ചിട്ട് എടുത്തുകൊണ്ടേയിരിക്കുന്നത്. വീണ്ടും വെള്ളത്തിൻ്റെ അടിയിലേക്ക്. ഒയ്യോ, പിന്നെ മുകളിലേക്ക്. ഈ പല ഭാഗത്തും പല കളേഴ്സിലാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ മുകളിൽ നിന്നുള്ള സൂര്യപ്രകാശം എത്രത്തോളം കിട്ടുന്നു അതനുസരിച്ചിട്ടാണ് ഈ താഴത്തെ വ്യൂ
നല്ലതായിട്ട് നമുക്ക് കിട്ടുന്നത്. എന്നാലും ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അല്ലേ, നിങ്ങൾക്ക് തോന്നില്ലേ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ, ഇത് കാണുമ്പോൾ എനിക്ക് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. അപ്പം നമ്മളിങ്ങനെ ലൈവായിട്ട് ആൾ താഴെ പോയി കല്ലുമ്മക്കായ എടുത്തിട്ട് വരുന്നത് കാണുന്നു, ആ കല്ലുമ്മക്കായ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നു. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അല്ലേ. ഈ കടലിൻ്റെ അടിത്തട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു വേറെ ലോകമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യരും മൃഗങ്ങളും റെപ്റ്റൈൽസും ഇഴജന്തുക്കളും പിന്നെ എന്താ പറയുക കിളികളും പൂക്കളും ചെടികളും മരങ്ങളും ഫലവൃക്ഷങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ഹൈ റേഞ്ചസ് ഉണ്ട്, വാലീസ് ഉണ്ട്. അതുപോലെ തന്നെ കടലിൻ്റെ അടിയിലും ഒരു വലിയ ലോകമുണ്ട്, വിശാലമായ ലോകം. അവിടെ മനുഷ്യരല്ല താമസിക്കുന്നതെന്ന് മാത്രം. താഴെയും മൗണ്ടൻസ് ആൻഡ് വാലീസ് ഉണ്ട്, ഭയങ്കര താഴ്ന്ന പ്രദേശമുണ്ട്, ഇങ്ങനെ പാറക്കൂട്ടങ്ങളുണ്ട്. പിന്നെ ഇഷ്ടം പോലെ പലജാതി മത്സ്യങ്ങൾ, പല രീതിയിലുള്ള പല ഷേപ്പിലും സൈസിലും ഒക്കെയുള്ള വാട്ടർ ബോഡീസ് ഉണ്ട്. നമുക്കറിയില്ല കേട്ടോ, ചെടികളുണ്ട്, പൂക്കളുണ്ട്. ഒരു വേറെ ലോകം തന്നെയാണ്. എന്താ അല്ലേ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ ക്രിയേറ്ററിൻ്റെ ഒക്കെ ഒരു നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ദൈവചിന്ത കൂടുന്നത്. നമുക്കറിയാത്ത എത്രയോ കാഴ്ചകളും അനുഭവങ്ങളുമാണ്. അപ്പോൾ എന്തായാലും ഇനി അവർ മുകളിലേക്ക് കയറി വരും. ഇപ്പോൾ ഇനി അവരെ പുറത്ത് വെച്ച് കാണാം, കടലിൻ്റെ മുകൾ ഭാഗത്ത് കരയിലേക്ക് കയറുന്ന സ്ഥലത്ത് കാണാം. അടിപൊളിയായിട്ട് സംഭവം കൊണ്ടുവരികയാണല്ലേ. മനോഹരമായിട്ടൊരു വീഡിയോ കിട്ടിയിട്ടില്ല. അടിപൊളി എവിടെ വന്നേ, ഭയങ്കര എക്സലന്റ് ആയിട്ട് ചെയ്തു. പോയ ആള് തന്നെയാണ് പറയുന്നത്. ഇവർ രണ്ടുപേരാണ് അണ്ടർ വാട്ടർ പോയതും വീഡിയോ പകർത്തിയതും. പേരെന്തായിരുന്നു? കാളിദാസും ഇമ്മാനുവൽ. കാളിദാസ് ആൻഡ് ഇമ്മാനുവൽ ഓഷ്യനെറ്റ് അഡ്വഞ്ചറിലെ സ്കൂബ ഡൈവേഴ്സാണ്. ഓക്കെ, ആൻഡ് ക്യാമറ പേഴ്സൺസ്. അപ്പോൾ അവരോടൊപ്പം നമ്മൾ ഈ റിപ്പോർട്ടേഴ്സൊക്കെ പറയുന്നതല്ലേ. അപ്പോൾ അതിൻ്റെയോടൊപ്പം അദ്ദേഹവും കൂടെ ഉണ്ട്. പിന്നെ എന്ത് വേണം? വേറെ ഒന്നും വേണ്ട, എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല, ഉള്ള സമയം കൊണ്ട് മാക്സിമം പുതുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അല്ലേ കംപ്ലീറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് അടിയിൽ? ഈ കല്ലുമ്മക്കായെല്ലാം കണ്ടപ്പോൾ എന്ത് തോന്നി ഇങ്ങനെ എടുക്കുന്ന ആ സീനൊക്കെ? അടിപൊളിയായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഇതാണ് ഇത്രയും അധ്വാനമുണ്ട് ഇങ്ങനെ എടുക്കുന്നതിന്, എന്താ പറയുക, കല്ലുമ്മക്കായെല്ലാം എടുക്കുന്നത്. പിന്നെ ഈ കരയോട് ചേർന്ന് നിൽക്കുന്ന പാറയിലും കാണും അല്ലേ, അത് നമുക്ക് മാംസം വളരെ കുറവായിരിക്കും. കടലിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ ആഴത്ത്. ഓക്കെ, ഒരുപാട് വലിയ ആഴമല്ലാത്ത സ്ഥലത്തു നിന്നാണ് ഇത്രയും സാധനങ്ങൾ എടുത്തത്. 30 അടി, 35 അടി ആഴത്തിൽ. 35 അടിയോ? അവിടെ വരെ ഇറങ്ങി പോയോ നിങ്ങള്? 35 ഫീറ്റ് താഴോട്ട് പോയ സ്ഥലം നമ്മൾ ആ ഖുർആൻ ഫിഷൊക്കെ എടുത്തില്ലേ, അവിടെ 30-35 അടി. അത് അത്യാവശ്യം നല്ല ഡെപ്താണിത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോകുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ ഓഷ്യനോട്ടിൻ്റെ പാർട്ട്ണർ മിസ്റ്റർ സജു ഇസ് ഹിയർ, അവസാനം വരെ കൂടെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, ഇവരുമായിട്ട് ബന്ധപ്പെടാം. ഞാൻ ഫോൺ നമ്പർ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കല്ലുമ്മക്കായുടെ ആവശ്യത്തിന് വന്നു. പിന്നെ അണ്ടർ വാട്ടർ സീൻസ് നിങ്ങളെ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, അത് കാണിച്ചു. പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അണ്ടർ വാട്ടർ പോകണം, സ്കൂബ ഡൈവിങ് ചെയ്യണം, പാരാസെയിലിംഗ് വേണം, എന്ത് ആക്ടിവിറ്റി വേണമെങ്കിലും ഇവരെ ബന്ധപ്പെടുക. കൂടെ വരും. ഇപ്പോൾ എല്ലാവർക്കും റീൽസൊക്കെ അല്ലേ വേണ്ടത്, ഇൻസ്റ്റാഗ്രാം. അതിനുള്ള ഫോട്ടോസ് റീൽസ് എല്ലാം എടുക്കാൻ വിത്ത് ക്യാമറയാണ് സ്കൂബ ഡൈവേഴ്സ് കൂടെ വരുന്നത്. ഇതുപോലെ വേറെ എവിടെ കിട്ടുമല്ലേ. എന്തായാലും വളരെ സന്തോഷം കേട്ടോ. താങ്ക് യു. അപ്പോൾ കോവളം ഒരു ടൂറിസ്റ്റ് പാരഡൈസാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നമുക്ക് മാൽഡീവ്സിലൊന്നും പോകാണ്ട്, വേറെ ഒരു സ്ഥലത്തും പോകാണ്ട് ഇവിടെ തന്നെ ഈ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ കൊള്ളാം. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായിട്ട് വീട്ടിലേക്ക് പോയിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാം. കടലിൽ ഇറങ്ങണ്ടെന്ന് തീരുമാനിച്ചു വന്നതാണ്, പക്ഷേ ഇറങ്ങി. കല്ലുമ്മക്കായെല്ലാം കടലിൽ നിന്ന് എടുത്തിട്ട് ലോക്കൽ മാർക്കറ്റിലൊക്കെ വിൽക്കാനായിട്ട് കൊണ്ടുവരും. ഇത് അതിനടുത്തുള്ള ഒരു മുക്കോല എന്ന് പറഞ്ഞ സ്ഥലം, വിഴിഞ്ഞ മുക്കോല, അവിടുത്തെ മാർക്കറ്റാണ്. ഇതിനകത്തോട്ടാണ് മാർക്കറ്റ്. കല്ലുമ്മക്കായെല്ലാം ഫ്രണ്ടിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ വില ഇവിടെ വിൽക്കുന്നത്? 100 എണ്ണത്തിന് 600 രൂപ, അതാണ് കണക്ക്. ഇതൊരു ലോക്കൽ മാർക്കറ്റാണ് മുക്കോലയിൽ. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ കംപ്ലീറ്റ്. ഓ, ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ ഇവിടെ വന്ന പുളിഞ്ചിക്ക ഉണ്ടല്ലേ. എത്രയ്ക്കാണ് എടുക്കുന്നത്? മതി. അതെനിക്ക് 2 എണ്ണം മതി, 2 എണ്ണം. ഓക്കെ, ചീര വേണ്ട.
ഇവിടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. നാടൻ മുട്ട, പിന്നെ നമ്മുടെ പുളിഞ്ചിക്ക എന്ന് പറയുന്നത്, ഇലുമ്പാമ്പുളി, പിന്നെ അച്ചാറൊക്കെ ഇങ്ങനെ. ഇത് വീട്ടിലുണ്ടാക്കുന്നതാണോ? നെല്ലിക്കയും മാങ്ങാക്കറിയും അല്ലേ? നാരങ്ങ എന്ത് വിലയ്ക്കാണ് വിൽക്കുന്നത്? ഒരു പാക്കറ്റിന് 20 രൂപ അല്ലേ? ഓക്കെ. ഇത് വീട്ടിലുണ്ടാക്കി കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. ഇത് ഒരെണ്ണം എടുക്കും കേട്ടോ, നെല്ലിക്ക. ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പച്ചക്കറികൾ, പുളിയെല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നത്. പുളി, ഇലമ്പാമ്പുളി, ഈ പയർ കെട്ടി നാടൻ പടവലങ്ങ, അച്ചാറുകൾ, ഉമിക്കരിയാ. ഓ, ഉമിക്കരി വരെ ഉണ്ട്. ഉമിക്കരി, പല്ല് തേക്കുന്ന ഉമിക്കരി. തൊണ്ടൻ മുളക് നമ്മുടെ ട്രിവാൻഡ്രത്തിന് സ്വന്തമാണ്. ആ തൊണ്ടൻ മുളകൊക്കെ ഇഷ്ടം പോലെ. വേണമെങ്കിൽ ഒരെണ്ണം തന്നോളൂ ഉമിക്കരി. പറഞ്ഞതുകൊണ്ട് വാങ്ങിക്കാൻ വരണം. ഓക്കെ. ഇതാണോ നല്ലത്? ഓക്കെ. അപ്പോൾ ഇത് 60 രൂപ. അപ്പോൾ ഇത് വാങ്ങിക്കുന്നത്. ഇങ്ങനത്തെ ലോക്കലായിട്ട് എല്ലാ സാധനവും നമുക്ക് കിട്ടും. ഇത് നമ്മുടെ ഇവിടുത്തെ തൊണ്ടൻ മുളക്, സ്വന്തം തൊണ്ടൻ മുളക്. ഓക്കെ. പിന്നെ ഈ പയർ നമ്മുടെ എന്താ പറയുക, ചെറിയ നീളമില്ലാത്ത നമ്മുടെ ഉണ്ടാവണ പയറല്ലേ, കൈതോന്നി. അപ്പോൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് അല്ലേ? ഓഹോ, കീഴാനെല്ലിയും കൈതോന്നിയൊക്കെ അതൊക്കെ ഈ നാട്ടുമരങ്ങളിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഇവിടെ കിട്ടും. ലോക്കൽ മാർക്കറ്റിൽ വന്നാൽ അത് ഒരുപാട് അഡ്വാൻറ്റേജാണ്. വിഴിഞ്ഞ അടുത്തായതുകൊണ്ട് ഇവിടുത്തെ മീനൊക്കെ ഫ്രഷായിട്ട്. ചക്ക തന്നോളൂ. ശരി. ഫ്രഷ് മീനല്ലേ, ഞണ്ട് നോക്കിയേ, എല്ലാം കഴിഞ്ഞു. ഇവിടെ കംപ്ലീറ്റ് ഫിഷ്, നല്ല ഫ്രഷ് അല്ലേ? ഇതെല്ലാം ഫ്രഷാണ്, വിഴിഞ്ഞത്തുനിന്ന് ഡയറക്റ്റ് വരുന്നതാണ്. ഞണ്ടുണ്ട്. അത് കൊഴിയാളല്ലേ? കൊഴിയാള. ഇന്ന് കൊഴിയാളയാണല്ലേ കൂടുതൽ. പിന്നെ അങ്ങോട്ട് പോയാൽ ചൂര, തേട്. തേടെന്ന് പറഞ്ഞ മീനാണിത്. ഇത് തേട്. ഇതെല്ലാം തേട്, ചെറിയ ചൂര എല്ലാം ഉണ്ട് ഇവിടെ. ക്ലാത്തിക് കരുവാട് വളരെ പേരെടുത്താണ്. ഒരു ക്ലാത്തിക് കരുവാട് ഉണ്ടെങ്കിൽ ഭയങ്കര പണമായിരിക്കും അല്ലേ? വീട് മുഴുവൻ മുടക്കും. അതെ. പിന്നെ ഇത് കൊഞ്ചപ്പൊടി, ഉണക്ക എന്താ പറയുക, നെത്തോലി. ഇത് കംപ്ലീറ്റ് ഉണക്കമീനിൻ്റെ സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത്. അത് ഈ ഭാഗത്ത്. ഇത് ഒരു പീസ് 200 രൂപ വെച്ചാണ് വിൽക്കുന്നത്. ഇത് വേളാവെന്ന് അവർ പറയും, വേളാപ്പാരാന്ന് നമ്മൾ പറയും. ഭയങ്കര ടേസ്റ്റിയാണ്. നെമ്മീനെക്കാട്ടിലും ടേസ്റ്റാണ്. തല കട്ടി. കത്തിക്കാര. ഓ, കത്തിക്കാരാന്ന് പറഞ്ഞാൽ പരന്നിരിക്കും അല്ലേ? കത്തിക്കാര. ഇതാണ് കത്തിക്കാര. മേഴ്സിയാണ് ഏറ്റവും വലിയ മീൻ കച്ചവടം. ഏറ്റവും കൂടുതൽ മീനുള്ളത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, മേഴ്സിയുടെ കയ്യിൽ. പേടിക്കണ്ട. നാളെ ശരി. അങ്ങനെ ഒരു 1/2 ബക്കറ്റ് നിറച്ച കല്ലുമ്മക്ക കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മൾ കണ്ടതില്ലേ, കടലിൻ്റെ അടിത്തട്ടിലേക്ക് ശ്രീബാബു ഇങ്ങനെ അതിസാഹസികമായിട്ട് പോയിട്ട് കല്ലുമ്മക്കായെല്ലാം ആ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് ഇളക്കി കൊണ്ടുവരുന്നത്. എൻ്റെ ദൈവമേ, എനിക്ക് ആലോചിച്ചിട്ട് അത്ഭുതമാണ് തോന്നുന്നത്. അങ്ങനെ ഫ്രഷായിട്ട് പിടിച്ച ഫ്രഷ് ഫ്രം ദ സീ ആ കല്ലുമ്മക്ക വെച്ചിട്ടാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നിന്നും ആവശ്യാനുസരണം എടുക്കാം. എനിക്ക് ബിരിയാണിക്ക് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 1 കിലോയുടെ ഫ്ലഷ് കിട്ടണം. അതിനനുസരിച്ചിട്ട് ആവശ്യാനുസരണം ഞാൻ എടുത്ത് വേവിച്ചിട്ട് അത് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സും കാണിച്ചു തരാം. അങ്ങനെ കല്ലുമ്മക്ക കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നു. ആവശ്യാനുസരണം ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കഴിച്ചു. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഒരു ചെറിയ പ്രോസസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിത് തോടോടുകൂടി തന്നെയാണ് ഒരു കലത്തിലിട്ട് വേവിക്കുന്നത്. വേവിക്കുമ്പോൾ ഇതിങ്ങനെ പിളർന്ന് വരും. അപ്പോൾ അതിനകത്തുനിന്ന് ഫ്ലഷ് എടുത്തിട്ട് അതിനകത്തൊരു നാരുണ്ട്, അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആദ്യം ഇത് കപ്പയുടെ കൂടെ ഇട്ട് വേവിക്കാനാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, ഈ തോടോടുകൂടി തന്നെ. ഇപ്പോൾ അത്രയും വേണ്ട, എങ്കിലും നമുക്കൊന്ന് ഉരച്ച് അതിൻ്റെ ഈ പാറയിലൊക്കെ പറ്റി പിടിച്ചിരുന്നതല്ലേ, ഇതുപോലെയൊക്കെ അതിനകത്ത് കാണും എന്തെങ്കിലുമൊക്കെ പാറ പറ്റി പിടിച്ചിരിക്കുന്ന സാധനം. ഇതകത്തെ നാരാണ്, അത് വേവിച്ച് കഴിയുമ്പോൾ കിട്ടും പുറത്തോട്ട്. അന്നേരം ക്ലീൻ ചെയ്താൽ മതി. ഇത് നോക്കി ഇതുപോലെയൊക്കെ ഇരിക്കുന്നതൊക്കെ ഒന്ന് ഇങ്ങനെ ചുരണ്ടി കളഞ്ഞാൽ മതി. ഇതെന്തായാലും നമുക്ക് തോട് ആവശ്യമില്ല, നമ്മൾ തോട് കളഞ്ഞിട്ടല്ലേ എടുക്കുന്നത്. എങ്കിലും ഒരു മിനിമം ക്ലീനിങ് എന്തായാലും വേണം. അങ്ങനെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഇനിഷ്യൽ ക്ലീനിങ് കഴിഞ്ഞു. എൻ്റെ ദേഹത്ത് ഇങ്ങനെ പറ്റി ഇരുന്ന കാര്യങ്ങളൊക്കെ കത്തി കൊണ്ട് ഉരച്ച് നന്നായിട്ട് എടുത്തിട്ട് ഇനി ഒരു 3-4 വെള്ളം ഇത് കഴുകിയെടുക്കാം.
ഇത് കുറേ വെള്ളം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. ഇതിങ്ങനെ വേവിക്കുമ്പോൾ കപ്പയും കൂടി ഇട്ട് വേവിച്ചാൽ ഇതിൻ്റെ സത്ത് ഇറങ്ങിയിട്ട് ആ കപ്പയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ കപ്പ മേടിച്ചിട്ടില്ല. ഇനി ഇത് അടുപ്പ് കത്തിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അന്നേരം ഇതിങ്ങനെ പിളർന്ന് വരും. അതാണ് അതിൻ്റെ ഒരു പാകം. നന്നായിട്ട് പിളർന്ന് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് അകത്തുനിന്നുള്ള ഫ്ലഷ് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഫ്ലഷ് എടുത്ത് മാറ്റണം. നോക്കിയേ, നല്ല പതഞ്ഞ് വരുന്നുണ്ടോ? ഈ പത വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇത് തിളച്ചു, അതിൻ്റെ വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയാണ് എല്ലാം പിളർന്ന് വന്നു കഴിഞ്ഞു. ഇത് നോക്കിക്കോളൂ, പിളർന്ന് വന്നിരിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ തണുത്തിട്ട് അതിൽ നിന്ന് എടുക്കാം. ഒരു 5 മിനിറ്റ് മതി ശരിക്കും പറഞ്ഞാൽ. ജസ്റ്റ് ഒരു 5 to 7 minutes കൊണ്ട് ഇങ്ങനെ തിള വരും. ആവി കയറി ഇത് ആ പാത്രം അടച്ചിട്ടിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചാറ് വന്നല്ലോ, ഇതിൻ്റെ സത്താണ്. സാധാരണ കപ്പ ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുമ്പോൾ ഇതിൽ കിടന്നാണ് കപ്പ വേകുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ചാറ് നമുക്ക് എടുത്തിട്ട് വേണമെങ്കിൽ നന്നായിട്ട് അരിച്ചിട്ട്, ഒരു അഴുക്കൊന്നുമില്ല, അരിച്ചിട്ട് ആ നമ്മൾ ബിരിയാണിയുടെ എന്താ പറയുക റൈസ് വറ്റിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു 3 കപ്പോ 4 കപ്പോ വെള്ളം എടുക്കുകയാണെങ്കിൽ അതിൽ ഇത് അളന്ന് നോക്കുക എത്രയുള്ളത്, അതും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു കപ്പ് ഉണ്ടെങ്കിൽ ബാക്കി 3 കപ്പ് വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടും ചെയ്യാം. അങ്ങനെയും ചെയ്യാം, അതല്ലാതെയും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് കൂടി വരികയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇതിൻ്റെ ഒരു എന്താ പറയുക ഫ്ലേവർ കാര്യമായിട്ട് വരും. യെസ്, ഈസി വർക്കാണിത്. ഇത് വെച്ചിട്ട് തന്നെ ഇതിനകത്ത് ഇളകി വരും, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇത് നോക്കിയാൽ ഇതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ചകിരി ചിലതിനകത്ത് കാണും, ചിലത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇളകിപ്പോവും. ആ ചകിരി എടുത്ത് മാറ്റണം. ചകിരി പോലെ ഇരിക്കുന്ന ഒരു കാര്യം. മാറ്റി. ഇനി ഒരു ബ്ലാക്ക് സാധനമുണ്ട്, അതിങ്ങനെ പ്രസ് ചെയ്ത് ഇതിങ്ങനെ വരും. ഇങ്ങനെ എടുത്താൽ മതി ഓപ്പോസിറ്റ് സൈഡിൽ. ഇതിങ്ങനെ പുറത്തേക്ക് കളയാം. ചിലർ കളയില്ല കേട്ടോ, ഇത് നിർബന്ധമാണെങ്കിൽ കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ കളയണം മതി. എക്സ്ട്രാ ഉള്ളതും കൂടി ഇങ്ങനെ ഇളക്കി മാറ്റാം. അങ്ങനെ കല്ലുമ്മക്കായ നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഈ രീതിയിലാണ് നമ്മുടെ കല്ലുമ്മക്കായ എല്ലാം സെറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ബാക്കി ഇരിക്കുന്നതെല്ലാം ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം ഫൈനലായിട്ട്. ഇതിൽ കൂടുതലും വലുതാണുള്ളത്, ഇടയ്ക്കിടയ്ക്ക് ചെറുതും കൂടി ഉണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ കല്ലുമ്മക്കായ എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. കല്ലുമ്മക്ക കൊണ്ട് എന്തൊക്കെ ചെയ്യാം അല്ലേ? അപ്പോൾ ഇത് കടുക്ക ബിരിയാണി എന്ന് പറയും, പിന്നെന്താ ബിരിയാണി, കല്ലുമ്മക്ക ബിരിയാണി എന്ന് പറയാം. ഇത് 1 കിലോ ഉണ്ട്, ഏകദേശം 1 കിലോ എന്ന് പറയാം. അപ്പോൾ അത് ഞാൻ ഏതാണ്ട് 4 കപ്പോളം കൈമാ റൈസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ഇനി ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് ഇച്ചിരി മസാല കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ നിറച്ച മുളക് പൊടി, അത് 1 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കാം. ഒരു ചെറിയ സ്പൂൺ, അതായത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആകാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ഇച്ചിരി കൂടെ വേണമെങ്കിലും ചേർക്കാം, അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ പിന്നെ വെള്ളമൊന്നും വേണ്ട, ഇല്ലെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചും കൊടുക്കാം. അങ്ങനെ ഒരുപാട് മസാലപ്പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല, ഒരു മിനിമം. ഇതൊരു 10-20 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കണം. പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ കൂടുതൽ നല്ലത്. എന്നിട്ട് ഇത് ഇച്ചിരി എണ്ണയിൽ ലൈറ്റായിട്ടൊന്ന് വറുത്ത് മാറ്റാം. ഒരു ടീസ്പൂണും കൂടി ഞാൻ മുളക് പൊടി ചേർക്കണു. അപ്പോൾ ടോട്ടലായിട്ട് 4 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ലൈറ്റായിട്ടൊന്ന് പൊരിച്ചെടുക്കണം, ഇച്ചിരി ഇരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയി എന്ന് പറയാം. ഞാൻ വെയിറ്റ് ചെയ്തു, മസാലയൊക്കെ പിടിച്ചതാണ്. ഇനി എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യാം. അതിനടുപ്പ് എത്തിക്കാം. ഇത് കുറച്ച് സാധാരണ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ വെച്ചിട്ട് ചെയ്യാം. കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് കല്ലുമ്മക്ക വറുക്കാനായിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി.
കല്ലുമ്മക്കായ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടിങ്ങനെ വറുത്തെടുക്കാം. ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, 1 കിലോ, നല്ല കറക്റ്റ് 1 കിലോ ഉണ്ട്. ഇതുപോലെ ഇനി 2 പ്രാവശ്യം ചെയ്താലേ തീരുള്ളൂ. ഇത്രയുണ്ട്. പിന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഭയങ്കര കരികരിപ്പായിട്ട് ഡാർക്ക് ബ്രൗൺ അങ്ങനെയൊന്നും അല്ല മുരിച്ചെടുക്കുന്നത്. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെ ഇങ്ങനെ നമ്മൾ വളരെ ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒരു മസാലയൊക്കെ പുരണ്ടിരിക്കുമല്ലോ, അതിനൊരു കോട്ടിങ് കിട്ടും, ഒന്ന് സീൽഡ് ആകും അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് ലോട്ട് റെഡി. അത് ഞാനിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ഇനി ഇതേ എണ്ണയിൽ തന്നെ ബാക്കിയും 2 പ്രാവശ്യമായിട്ടിട്ട് വറുത്തെടുക്കാം. ഇതിൽ വറുത്തെടുത്താൽ മതി. ഓക്കെ. അങ്ങനെ അവസാനത്തെ ലോട്ടും എടുക്കുന്നു. കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കല്ലുമ്മക്കായുടെ ഫ്രൈയിങ് ഈസ് ഓവർ. ഒരു പാത്രം നിറച്ച് കല്ലുമ്മക്ക കണ്ടല്ലോ, അടിപൊളി, നല്ല ഫ്രഷ് ആയിരുന്നു. നിങ്ങൾ കണ്ടാണല്ലോ. ഓക്കെ. അപ്പോൾ ഇത് ഏകദേശം ഞാൻ വീണ്ടും കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു. ഏകദേശം ഒരു 1/2 കപ്പ് എണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ബാക്കി ഇച്ചിരി എണ്ണ ബാക്കിയുണ്ട്. അതിലേക്ക് ഒരു 5 സവാള, മീഡിയം സവാളയാണ്, ഒരു 5 എണ്ണം സ്ലൈസസ് ആയിട്ട് മുറിച്ചത് നീളത്തിന്. നമുക്ക് കുറച്ച് മസാല വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് സവാള ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല. എണ്ണ കുറച്ചുകൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം എണ്ണയും കൂടി ചേർക്കാം. കാരണം 1/2 കപ്പ് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വറുത്ത് കഴിഞ്ഞപ്പോൾ കുറേ എണ്ണ കുറഞ്ഞു. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ. അപ്പോൾ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് സവാള. ഇനി ഇതിലേക്ക് ഒരു 12 പച്ചമുളക് ഉണ്ടായിരുന്നു ചതച്ചത്. അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല, 2ആയിട്ടോ 3ആയിട്ടോ മുറിച്ചിട്ടാലും മതി. പിന്നെ വെളുത്തുള്ളി അതിൻ്റെ കുറച്ച് തൊലിയോടുകൂടി ഇങ്ങനെ ചതച്ചെടുത്താണ്. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച്. അതുപോലെ ഇഞ്ചി 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കും. എല്ലാം ചതച്ച ഐറ്റംസാണ് ചേർക്കുന്നത് ഈ കാര്യങ്ങൾ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ അടിക്ക് പിടിക്കുകയൊന്നുമില്ല, ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ കൂടെ കിടന്നിട്ട് തന്നെ അതിൻ്റെ പച്ചച്ചുവയും അതിച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ബ്രൗൺ അങ്ങനെ ഭയങ്കരമായിട്ട് ബ്രൗണൊന്നും ആവണമെന്നില്ല, എല്ലാം ഒന്ന് വേണ്ട പച്ചച്ചുവ മാറി കിട്ടിയാൽ മതി. ചെറുതായി ഒന്ന് നോക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം എന്തേ നോക്കിയാൽ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്, ഒന്ന് കളറൊക്കെ മാറി വരുന്നു. ഇങ്ങനെ കുഴഞ്ഞ ഭാഗമായല്ലോ. ഇനി ടൊമാറ്റോ, ഇതൊരു 5 ഇടത്തരം ടൊമാറ്റോ സ്ലൈസസ് ആയിട്ട് മുറിച്ച് അതും കൂടി ചേർക്കും. എല്ലാം കൂടി കിടന്നിട്ട് അതും ഒന്ന് കുഴഞ്ഞ ആ ഒരു ഭാഗമായിട്ട് വരും. ടൊമാറ്റോ ഒക്കെ കുഴഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല പ്രോസസ്സ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എക്സ്ട്രാ ചേർക്കണം. കല്ലുമ്മക്കായിൽ വറുത്തപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിരുന്നു, എങ്കിലും കുറച്ചുകൂടി വേണം. അത് 1/2 ടീസ്പൂൺ ചേർത്തു. ഇപ്പം ഞാൻ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നു. 1/4 മുതൽ 1/2 ടീസ്പൂൺ ആകാം. ഇതിൽ ഇച്ചിരി ഉപ്പ് ഞാൻ നേരത്തെ ചേർത്താണ്, ഇനി കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നു. കുഴഞ്ഞ മസാലയായിട്ട് വരണം. ഇത് ഇച്ചിരി കൂടെ ഒന്നുകൂടി ഒന്ന് കുഴഞ്ഞോട്ടെ, ഒരു 5 മിനിറ്റും കൂടി. അപ്പോൾ ഈ സമയം ഞാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് വേവിക്കാം, അതിനുള്ള പ്രോസസ്സും തുടങ്ങാം. അപ്പോൾ ഏതാണ്ട് നല്ല കുഴഞ്ഞ ഭാഗമായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് പുതിന ലീവ്സ് ഒരു 1/4 കപ്പോളം, ഒരു അരപ്പിടി എന്ന് പറയാം. പിന്നെ അതുപോലെ മല്ലിയില കുറച്ച് കൂടുതൽ, ഒരു വലിയൊരു പിടി. അപ്പോൾ എന്താ പറയുക, 1/2 കപ്പിൽ കൂടുതലുണ്ട്, 1 കപ്പോളം ചേർത്തു. ഇത് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഉള്ളതുപോലെ. നോക്കി നല്ല അടിപൊളി കുഴഞ്ഞ പാകത്തിന് മസാല ഐസ് റെഡി. ഇനി കല്ലുമ്മക്ക ഇത് നിറച്ചുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഒരുപാടുണ്ട്. 1 കിലോ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം മസാലയുടെ കൂടെ.
ഇനി അഡീഷണലായിട്ട് വേണമെങ്കിൽ ഒരല്പം കൂടി ഗരം മസാലപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കൂടി ആകാം ഗരം മസാല പൗഡർ. മീറ്റ് മസാലയൊക്കെ വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഇച്ചിരിയൊക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കതൊന്നും അത്ര ഇഷ്ടമല്ല. അങ്ങനത്തെ ഇടുന്നത് കഴിയുന്നിടത്തോളം ഞാൻ ഒഴിവാക്കും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്. ഉപ്പ് കുറച്ചുകൂടി ആവശ്യമുണ്ട് മസാലയ്ക്ക്. കഴിഞ്ഞു, ഒരുപാട് കഴിഞ്ഞു. അപ്പോൾ കല്ലുമേക്ക മസാല ഈസ് റെഡി. ഇനി റൈസിൻ്റെ ഭാഗം ചെയ്യാം. ഇത് മാറ്റി വെച്ചിട്ട് റൈസ് ശരിയാക്കാം. കുറച്ച് നെയ്യ്, ഒരുപാടൊന്നും വേണ്ട. ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, റിഫൈൻഡ് ഓയിൽ മതി. ഓക്കെ, ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ ചേർക്കാം. അതായത് 1 ടീസ്പൂൺ സാജീരകം, 1 തക്കോലം പട്ട, ഒരു 2-3 കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്ക, 4-5 ഗ്രാമ്പു, ഒരു 4-5 ഏലക്ക. ഇത്രയും കാര്യങ്ങളായി കഴിയും. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ്. ജാതിപത്രിയും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 1/2 ജാതിപത്രിയും കൂടി ചേർത്തിരുന്നു. അതായത് ഒരു ഹോൾ ജാതിപത്രിയുടെ പകുതി. ജാതിക്കയുടെ പുറത്തിരിക്കുന്ന കാര്യമാണ് ജാതിപത്രി. ഇത് കൈമ റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ 4 കപ്പ് കൈമ റൈസ് അളന്നെടുത്തു. ഇതിലിപ്പോൾ കൈമ റൈസ് ഞാനിപ്പോൾ ഒരു 10-20 മിനിറ്റ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചതാണ്. ഒരു 20 മിനിറ്റ്സ്. എന്നിട്ട് ഊറ്റിയെടുത്തു. അപ്പോൾ നിറം മാറുന്നവരൊന്നും നിർക്കണ്ട. ഒരു 5 to 6-7 മിനിറ്റ്സ് മാക്സിമം, അത്ര മതി. ആയി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ അളന്ന് വെച്ചിട്ടാണ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചത്. ഇത് 6.5 കപ്സ് ഉണ്ട്. അത് നേരെ എടുത്ത് ഒഴിക്കുന്നു. സാജീരകം 1 ടീസ്പൂണാണ് ഞാൻ ചേർത്തത്. ഇതിപ്പോൾ കറക്റ്റ് മസാലകളൊക്കെ കാണാൻ പറ്റുമല്ലോ, ഹോൾ സ്പൈസസ്. ഒരു 1/2 നാരങ്ങ, ഒരു 1/2 നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു എന്താ പറയുക, 1 ടേബിൾ സ്പൂൺ എന്ന് പറയാം നാരങ്ങ നീര്. തീ അല്പം കുറച്ച് കൊടുക്കാം. അപ്പോൾ നല്ല വെട്ടി തിളയ്ക്കുവാണല്ലോ. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം, റൈസിന് ആവശ്യമുള്ള. മസാലയ്ക്ക് നല്ല ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ റൈസിന് കറക്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം കൊടുക്കുക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നല്ല തിളച്ച് കിടക്കുകയല്ലേ. ഇനി തീ ഒന്ന് കുറച്ചിട്ട് പാത്രം ഒന്ന് അടച്ചിടാം. അപ്പോൾ നാരങ്ങ നീരും ചേർത്തു, എല്ലാം ആയിക്കഴിഞ്ഞു. ദമ്മിടാൻ പോവുകയാണേ. ഈ ഒരു പാത്രം, ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം, ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് അടിഭാഗത്തേക്ക് ഒരു ഓയിലിൻ്റെ അംശം. നെയ്യാകാം, അല്ലെങ്കിൽ എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്കാണ് ആദ്യം നമ്മൾ റൈസ് ഇടുന്നു. റൈസിൻ്റെ പകുതി. വളരെ ചെറിയ തീയിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കല്ലുമേക്ക മസാല. ആഹാ, നല്ല മണം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ മസാലയ്ക്ക്, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, അപാര ടേസ്റ്റ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഇതേ മെത്തേഡിൽ, അടിപൊളിയായിരിക്കും. കൂടുതലും പച്ച മസാലയല്ലേ ചേർത്തത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം വെറുതെ ചതച്ചല്ലേ ഇട്ടേ. ഒരു പക്ഷേ 4 കപ്പ് എന്നുള്ളത് 6 കപ്പ് റൈസിൽ ചെയ്താലും മസാല ഇത്രയും മതിയാകും. നമ്മൾ ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് മാറ്റുന്നു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി റൈസ്. ദം പ്രോസസ് ഇസ് ഗെറ്റിംഗ് റെഡി.
അപ്പോൾ ഡയറക്റ്റ് ഫ്ലെയിമിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിലല്ല, ദോശക്കല്ലിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. റൈസ് ഓൾമോസ്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ റൈസ് മുഴുവൻ ഇങ്ങനെ മേളിലും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും താഴെ കുറച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചില്ലേ, അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇങ്ങനെ മേളിലും കൂടി ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഉരുകുമ്പോൾ താഴേക്ക് പോയിക്കോളും. ഇനി പാത്രം നല്ല എയർ ടൈറ്റായിട്ട് അടയ്ക്കും, ഇരിക്കട്ടെ. ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ ദോശക്കല്ലിൻ്റെ മേളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദം പ്രോസസ്സ് ഏതാണ്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. ഡയറക്റ്റ് അല്ല, ദോശക്കല്ലിൻ്റെ മുകളിലാണ്. തീ ഓഫ് ചെയ്യട്ടെ. ഇനി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി തുടങ്ങാം. യെസ്, കാണുന്നുണ്ടല്ലോ. ആഹാ, നല്ല ആവി പറക്കുന്ന ബിരിയാണി ഈസ് റെഡി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി എക്സ്ട്രാ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇളക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അഡീഷണൽ തീ ഓഫ് ചെയ്തു. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് വിളമ്പി എടുക്കാം. ആദ്യം കുറച്ച് മസാല, കുറച്ച് റൈസ്, അപ്പോൾ അടിഭാഗത്തുള്ള റൈസും മേൽഭാഗത്തുള്ള റൈസും എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ. കല്ലുമേക്ക കാണുന്ന രീതിയിൽ ഞാനിങ്ങനെ എടുത്ത് വയ്ക്കണോ. പെർഫെക്റ്റ് സ്റ്റൈലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് എക്സ്ട്രാ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ സെർവ് ചെയ്യുന്നത് ഈ രീതിയിൽ കൊടുക്കണം. ഒരു പാത്രം നിറച്ച് ബിരിയാണി ഇരിക്കുന്ന നോക്കി എത്ര പേർക്ക് കഴിക്കാമെന്നറിയോ? ഇത് 10 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. 10 12 പേർക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഈ രീതിയിൽ വിളമ്പിയാൽ മതി. ആവശ്യം പോലെ മസാലയുണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വിളമ്പാം. അപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് നിങ്ങൾ ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ. 1 കിലോ കല്ലുമേക്ക ക്ലീൻ ചെയ്തതുണ്ടാകണം. പിന്നെ ഏകദേശം 1 കിലോളം റൈസ്, 4 കപ്പ്. അതിന് 2 ആകുന്ന പൈസയാണ് ഇച്ചിരി. ബാക്കിയെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ. ടൊമാറ്റോ, സവാള, കുട്ടി കുട്ടി കാര്യങ്ങൾ. നെയ്യൊന്നും അധികം വേണ്ട. എണ്ണ ഒരു 1/4 കപ്പ് എല്ലാം കൂടി ടോട്ടലായിട്ട് വേണ്ടി വരും. അങ്ങനെ ഒരു പാത്രം നിറച്ച് ബിരിയാണിയായിട്ട് ഞാൻ നമ്മുടെ മാജിക് കോയിൻ കിച്ചൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു. ഇത്രയൊന്നും ഞാൻ കഴിക്കില്ല. ഇനിയിപ്പോൾ എല്ലാവരും കഴിക്കുക. ഇവിടെ ഒരുപാട് പേരൊന്നും കഴിക്കാനില്ല. പക്ഷെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കുറച്ചായിട്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. സോ നിങ്ങൾക്ക് ഒരു അളവ് അറിയാൻ പറ്റുമല്ലോ. ഞാൻ പറയുമല്ലോ 10 to 12 പീപ്പിളിന് കഴിക്കാം. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് വേണമെങ്കിലും കൊടുക്കാമല്ലോ. നല്ലതായിട്ട് സെർവ് ചെയ്യാം. ഇച്ചിരി ഒന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. ഇതൊരു മണം അറിയോ? രക്ഷയില്ലാത്ത മണം. നിറച്ച് മസാലയും ചൂട് ചൂട് ചൂട്. ഞാൻ പലതരം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒരു ബിരിയാണിയെ പോലെ ഞാൻ തള്ളി പറയില്ല. പക്ഷേ ഇതും നമ്മുടെ ടോപ്പ് ലിസ്റ്റിൽ വരും. അത്രയും ടേസ്റ്റ്. കൈമ റൈസും നമ്മുടെ മസാലയും കല്ലുമേക്കയുടെ മസാലയൊക്കെ എക്സലൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഡൺ. ബാഡ് ടേസ്റ്റ്. ഇതിന് സൈഡായിട്ട് റെത്ത പോലും വേണ്ട, അത്രയും ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവും, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും.
കല്ലുമ്മക്കായൊന്നും കിട്ടാൻ വലിയ പാടൊന്നുമുള്ള കാര്യമല്ല. വാങ്ങുക, ഉണ്ടാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് കഴിച്ച് തീർക്കാം. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.